ഹായ് ഡെവലപ്പേഴ്സ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ജാവാസ്ക്രിപ്റ്റിന്റെ ഒബ്ജക്ട്സ് എന്താണെന്നല്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു ഇപ്പൊ റിയൽ വേൾഡ് ഒബ്ജക്റ്റിനെ തന്നെ അതിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യാന്ന്. പ്രോഗ്രാമിന്റെ കേസിലേക്ക് വരുമ്പോൾ ഒബ്ജക്ട് എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് കീ വാല്യൂ പെയർസ് ആണെന്ന് നമ്മൾ കണ്ടു. അതേപോലെ ഓരോ കീനെയും നമ്മൾ JS പ്രോപ്പർട്ടീസ് ആണ് പറയുക. അതിന് അസോസിയേറ്റഡ് ആയിട്ട് ഒരു വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ എന്ത് ഡാറ്റ ടൈപ്പിലും നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ലാസ്റ്റ് വീഡിയോന്റെ കണ്ടിന്യൂഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് കോംപ്ലക്സ് ഒബ്ജക്റ്റ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ലാസ്റ്റ് വീഡിയോന്റെ എൻഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നെസ്റ്റഡ് ആയിട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അതായത് ഒരു ഒബ്ജക്റ്റിന്റെ ഉള്ളിൽ വേറൊരു ഒബ്ജക്റ്റ്, അതിന്റെ അകത്ത് ഒബ്ജക്റ്റ്, ഇങ്ങനെ ഒരു നമുക്ക് ഡാറ്റേനെ ഒരു ഹൈറാർക്കിക്കൽ ഫോർമാറ്റിൽ കോംപ്ലക്സ് ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കിയാലോ. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തിരുന്ന എക്സാമ്പിൾ പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റ് ആയിരുന്നു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. പിന്നെ നമ്മൾ സെയിം എക്സാമ്പിൾ തന്നെ എടുക്കാം. നമ്മളൊരു പേഴ്സൺ സിമ്പിൾ ആയിട്ട് ഒരു ഒബ്ജക്റ്റ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ കീ വാല്യൂ പെയേഴ്സ് ആയിട്ട് ആ പേഴ്സന്റെ പ്രോപ്പർട്ടീസ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. നെയിം, ഏജ്, സിറ്റി. ഇത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നോക്കിയതല്ലായിരുന്നോ. വേണേ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ഈ ഒബ്ജക്റ്റ് പ്രിന്റ് ചെയ്തിട്ടുണ്ട് അല്ലെ, കൺസോളിൽ പ്രിന്റ് ആയി വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു കോംപ്ലക്സ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ്. അതിനു മുന്നേ ഞാൻ നിങ്ങളോട് ഒരു കേസ് പറയാം. ഇപ്പൊ നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഒബ്ജക്റ്റിൽ കീ വാല്യൂ പെയർസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സപ്പോസ് ഏതോ ഒരു പ്രോപ്പർട്ടി നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഈ ഒബ്ജക്റ്റിനെ നമ്മൾ ഡിലീറ്റ് ചെയ്തു. പക്ഷെ നമ്മൾ ഈ കോമ ഡിലീറ്റ് ചെയ്യാൻ വിട്ടുപോയി. ഇപ്പൊ സാധാരണ PHP അങ്ങനത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണെങ്കിൽ നമുക്ക് ഇവിടെ ഡാറ്റ ഇല്ലാത്തതുകൊണ്ട് എറർ അടിക്കും അല്ലെ. JS നമുക്ക് നോക്കിയാലോ. ഇവിടെ എറർ ഒന്നുമില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഡിറ്റക്ട് ചെയ്തു. ഇതിന്റെ കഴിഞ്ഞിട്ട്, അതായത് സിറ്റ് കഴിഞ്ഞിട്ട് വേറെ കീ വാല്യൂ പെയർസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സ്കിപ്പ് ചെയ്തു. നമുക്ക് എറർ ഒന്നും ഇല്ലാതെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്തു. അതാണ് JSന്റെ ഒബ്ജക്റ്റിന്റെ ഒരു പ്രത്യേകത. ഇനി നമുക്ക് ഈ കോമയൊക്കെ റിമൂവ് ചെയ്തിട്ട് കോംപ്ലക്സ് ഒബ്ജക്റ്റ്, ഓക്കെ, ഒരു കോംപ്ലക്സ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. കോണ്ടാക്ട് കീ ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് കോണ്ടാക്ട് എങ്ങനെ സിമ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരു കോണ്ടാക്റ്റിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും? ഇപ്പോൾ ഇമെയിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ. അപ്പൊ നമുക്കൊരു സിംഗിൾ വാല്യൂ ആയിട്ട് ഈ കോണ്ടാക്റ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ. ഞാൻ രണ്ട് കീ വാല്യൂ പെയർസ് ആണ് ഈ കോണ്ടാക്റ്റിന് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഇത് കണ്ടല്ലേ, പേഴ്സൺ എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റിന്റെ അകത്താണ് നമ്മൾ പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെയാണ് കോംപ്ലക്സ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതായത് നെസ്റ്റഡ് ആയിട്ട് നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒബ്ജക്ട്സോ അല്ലെങ്കിൽ ഒബ്ജക്റ്റിന്റെ അകത്ത് അറേസോ ഇതുപോലെ നെസ്റ്റഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി എങ്ങനെയാണ് ഈ കോംപ്ലക്സ് ഒബ്ജക്റ്റിൽ നിന്ന് വാല്യൂസ് ഫെച്ച് ചെയ്യുന്നത്? അതായത് എനിക്ക് ഈ പേഴ്സൺ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൽ നിന്ന് ഒരു സിംഗിൾ വാല്യൂ, ഒരു ഫോൺ നമ്പർ മാത്രം എടുത്താൽ മതി. ഈ പർട്ടിക്കുലർ നെയിമിലുള്ള ഈ പേഴ്സന്റെ ജോണിന്റെ ഫോൺ നമ്പർ ആണ് കിട്ടേണ്ടത്. അതെങ്ങനെയാ ചെയ്യാൻ പറ്റുക? ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് വാല്യൂസ് ആക്സസ് ചെയ്യാം. ഒന്നെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ പേഴ്സൺ, അതിന്റെ അകത്തുനിന്ന് കോണ്ടാക്റ്റിന്ന് നമുക്ക് എന്ത് വാല്യൂസ് ആണോ വേണ്ടത് ആ വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് പേഴ്സന്റെ അകത്തുനിന്ന് കോണ്ടാക്റ്റിന്റെ ഉള്ളിലുള്ള ഫോണിനെ നമ്മൾ ആക്സസ് ചെയ്തു. ഇങ്ങനെ ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് എവിടെ ഒരു ഹൈറാർക്കിക്കൽ ഫോർമാറ്റിൽ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. എഗെയിൻ നമ്മൾ ഇതൊന്ന് പ്രിന്റ് ചെയ്യുവാണെങ്കിൽ ആ ഫോൺ നമ്പർ നമുക്ക് പ്രിന്റ് ആയി വന്നിട്ടുണ്ട്. ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ പ്രിന്റ് ആയി വന്നിട്ടുണ്ട് അല്ലെ. ഇങ്ങനെയാണ്. ഇനി ഈ ഒരു കാര്യം, ഇപ്പൊ സപ്പോസ് നമ്മൾ കൊടുത്തിരുന്നത് ഒരു തെറ്റായിട്ടുള്ള ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിച്ചോ. ഇപ്പൊ നമുക്ക് കോണ്ടാക്ട് അല്ലേ ഉള്ളത്. ഞാൻ ഈ കോണ്ടാക്ട് 1 എന്നാണ് ആക്സസ് ചെയ്യുന്നത്. അപ്പൊ എന്തായി? നമ്മൾ ഇവിടെ വന്ന് റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ എറർ വന്നു അല്ലെ. അപ്പോൾ ഇത് ഡൈനാമിക് ആയിട്ട് ചെയ്യുമ്പോൾ കസ്റ്റമർ സൈഡിൽ നമ്മുടെ ലൈവ് പ്രൊജക്റ്റിലൊക്കെയാണ് ഇങ്ങനെ ഒരു എറർ വന്നിട്ടുള്ളതെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യൂലേ. സോ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ആക്സസ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? അത് ഉണ്ടോന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതിനാണ് നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ മാർക്ക് യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇവിടെ ഇപ്പൊ വേറൊരു മെത്തേഡ് ആയിരുന്നു നമുക്ക് ഇഫ് ഓഫ് എന്ന് പറഞ്ഞിട്ട് പ്രോപ്പർട്ടി എക്സിസ്റ്റിംഗ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത്. പക്ഷെ അത് വലിയൊരു കോഡ് ഇങ്ങനെ ലെങ്തൻ ചെയ്തുകൊണ്ടിരിക്കൂലേ. അപ്പൊ കുറച്ചും കൂടെ കൺസേൺ ആയിട്ടുള്ള കോഡ് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ആക്സസ് ചെയ്യുന്നതിന് മുന്നേ ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞിട്ട് ആക്സസ് ചെയ്യാൻ ട്രൈ ചെയ്താൽ മതി. സോ നമ്മൾക്കിപ്പോ ഈ ഒരു ഒബ്ജക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ വരുന്നത് നോക്കാം.
ഈ ഒരു ഒബ്ജക്റ്റ് ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അൺഡിഫൈൻഡെന്നേ വരുള്ളൂ, അല്ലാതെ നമുക്ക് എറർ വരില്ല. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ മാർക്കിന്റെ ഇമ്പോർട്ടൻസ്. നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് യൂസ് ചെയ്തിട്ട് ഇപ്പൊ ഒരു വാലിഡേഷൻ ചെയ്യാൻ പറ്റും. ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ആക്സസ് ചെയ്യാം, ഇല്ലെങ്കിൽ അത് അൺഡിഫൈൻഡ് റിട്ടേൺ ചെയ്യുള്ളൂ. എറർ ഉണ്ടാവില്ല. ഇത് കണ്ടല്ലേ, ജസ്റ്റ് ചെക്ക് ചെയ്തു, കോണ്ടാക്ട് എക്സിസ്റ്റിംഗ് ആണ്. സോ ഫോണിന്റെ വാല്യൂ ഫെച്ച് ചെയ്ത് ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിച്ചു. ഇത്രയാണ് കോംപ്ലക്സ് ഒബ്ജക്റ്റ്. അപ്പൊ നെസ്റ്റഡ് ആയിട്ട് നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നെസ്റ്റഡ് ആയിട്ട് നമുക്ക് വാല്യൂ ആക്സസ് ചെയ്യാം. ഇനി വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, നമുക്ക് ഈ എത്ര ഫോൺ നമ്പറിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. സാധാരണ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ഡോട്ട് ലെങ്ത് മെത്തേഡ് യൂസ് ചെയ്തിട്ടല്ലേ ഒരു സ്ട്രിങ്ങിന്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാം. ഇവിടെ ഡോട്ട് ലെങ്ത് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫോൺ നമ്പറിന്റെ ലെങ്ത് നമുക്ക് റിട്ടേൺ ചെയ്യും. രണ്ടിലെ 8 ക്യാരക്ടേഴ്സ് അല്ലേ ഉള്ളത്. അപ്പൊ നമുക്ക് ഈ ആക്സസ് ചെയ്യുക മാത്രമല്ല, നമുക്ക് അതിന്റെ മേലെ ഡാറ്റ മാനിപ്പുലേഷനും ജാവാസ്ക്രിപ്റ്റിന്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ കോംപ്ലക്സ് ഒബ്ജക്റ്റ് എന്താണെന്ന് നോക്കിയില്ലേ. എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഒബ്ജക്റ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നത്, അത് നോക്കിയാലോ. ഇപ്പൊ എനിക്ക് ഈ ഫോൺ നമ്പർ ഈ ഒബ്ജക്റ്റിൽ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ പ്രോപ്പർട്ടി ഇപ്പൊ ഡൈനാമിക് ആയിട്ട് അല്ലെങ്കിൽ യൂസേജ് കഴിഞ്ഞ് കഴിയുമ്പോൾ അൺസെറ്റ് ചെയ്യണം. അതെങ്ങനെയാ ചെയ്യുക? അതിന് വേണ്ടിയിട്ടാണ് ഡിലീറ്റ് കീവേഡ്, ബിൽറ്റ് ഇൻ കീവേഡ് ആണ്. കീവേഡ് യൂസ് ചെയ്യുക, സ്പേസ് ഇട്ടിട്ട് നമുക്ക് ഏത് പ്രോപ്പർട്ടി ആണോ ഡിലീറ്റ് ചെയ്യേണ്ടത് ആ പ്രോപ്പർട്ടി, അതിന്റെ ഒബ്ജക്റ്റും പ്രോപ്പർട്ടിയും മെൻഷൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ കോണ്ടാക്ട്, ഇനി നമുക്ക് ഫസ്റ്റ് കോണ്ടാക്ട് ഫുൾ ആവശ്യമില്ല എന്ന് വിചാരിച്ചു, ഞാൻ ഫസ്റ്റ് ഈ കോണ്ടാക്ട് മുഴുവനായിട്ട് ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ കോണ്ടാക്ട് ഡിലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് പ്രിന്റ് ചെയ്ത് നോക്കിയാലോ. ഇതാ ഇവിടെ കോണ്ടാക്ട് ഇല്ലാതെ ബാക്കിയുള്ള പ്രോപ്പർട്ടീസും വാല്യൂസും ആണ് ഡിസ്പ്ലേ ചെയ്തത്. കോണ്ടാക്ട് ഡിലീറ്റ് ആയി പോയി. ഇനി എനിക്ക് കോണ്ടാക്റ്റിൽ നിന്ന് ഫോൺ നമ്പർ ആണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. കോണ്ടാക്ട് എവിടെയാണ് നിലനിർത്തിയിട്ട് ഫോൺ നമ്പർ എനിക്ക് ഡിലീറ്റ് ചെയ്യണം. അഗെയിൻ നമ്മൾ ആ പ്രോപ്പർട്ടി കൊടുത്തു. പ്രിന്റ് ചെയ്യുമ്പോൾ കോണ്ടാക്റ്റിൽ ഇമെയിൽ അഡ്രസ്സ് മാത്രമേ ഉള്ളൂ, ഫോൺ നമ്പർ ഡിലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി കോംപ്ലക്സ് ഒബ്ജക്റ്റിന്റെ കുറച്ചും കൂടെ ഫങ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. അപ്പൊ സിമ്പിൾ ഒബ്ജക്റ്റ് ലാസ്റ്റ് വീഡിയോയിലും അത് ക്രിയേറ്റ് ചെയ്യാനും ആക്സസ് ചെയ്യാനും നോക്കി. ഇനി നമ്മൾ എന്താണ് കോംപ്ലക്സ് ഒബ്ജക്റ്റ്, എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അത് തന്നെ എറർ ഇല്ലാതെ നമുക്ക് എങ്ങനെ പ്രോപ്പർട്ടീസ് ആക്സസ് ചെയ്യാൻ പറ്റും, ഈ പ്രോപ്പർട്ടീസിൽ നിന്ന് എങ്ങനെ കോംപ്ലക്സ് ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടി എങ്ങനെ ആക്സസ് ചെയ്യാം, എങ്ങനെ ഒരു സ്പെസിഫിക് പ്രോപ്പർട്ടീസ് ഡിലീറ്റ് ചെയ്യാം. ഇത്രയല്ലേ ഇന്നത്തെ വീഡിയോ. അപ്പൊ നിങ്ങൾ ലാപ്ടോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. കാരണം ജാവാസ്ക്രിപ്റ്റ് നിങ്ങൾ ഏത് ജോബ്, ഇപ്പൊ സെർവർ സൈഡിൽ നിങ്ങൾ ഏതിൽ എടുത്തിട്ടുണ്ടെങ്കിലും, PHP ആണെങ്കിലും പൈത്തോണോ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്താലും അവിടെ നമുക്ക് കമ്പൽസറി വേണ്ടതാണ് HTML-ഉം ജാവാസ്ക്രിപ്റ്റും അല്ലെ. അപ്പൊ ഫ്രണ്ട് എൻഡ് ഡിസൈനിൽ ജാവാസ്ക്രിപ്റ്റ് ഒരു എസെൻഷ്യൽ ആണ്. ജേക്വറി ഒക്കെ അതിന്റെ ലൈബ്രറീസ് അവൈലബിൾ ആണ്. അതൊക്കെ ഈ ജാവാസ്ക്രിപ്റ്റിന്റെ ബേസിൽ നിന്നിട്ടാണ് റിയാക്ട് ജെഎസും ആൻഗുലർ ജെഎസ് ഒക്കെ വരുന്നത്. സോ ബേസിക് ആയിട്ടുള്ള ജാവാസ്ക്രിപ്റ്റ് നിങ്ങൾക്ക് എവിടെയാണെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ കൂടെ ഇത് അഡ്വാൻസ് ആയിട്ട് ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിനൊക്കെ ചെല്ലുന്ന സമയത്ത് ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, നിങ്ങളെ യുണീക്ക് ആക്കി നിർത്തും. എപ്പോഴും ക്ലാസ്സും ഒബ്ജക്റ്റും ഇൻഹെറിറ്റൻസും എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ഇതുപോലെ അഡ്വാൻസ് ആയിട്ട് എത്രത്തോളം നിങ്ങൾ പഠിക്കുന്നു അതിനനുസരിച്ച് നിങ്ങളെ ഒരു ഏതെങ്കിലും ഒരു എയിം ഒരു കമ്പനി ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇന്റർവ്യൂ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.